മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിനായി ടൗൺഷിപ്പിൽ നിർമ്മിക്കുന്ന വീടൊന്നിന് 20 ലക്ഷം രൂപ ചെലവ് നിശ്ചയിച്ച് സർക്കാർ. മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. 7 സെന്റ് പ്ലോട്ടിലാണ് വീട് ഒരുക്കുന്നത്. വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നുണ്ട്. സൂര്യ, വിശദാംശങ്ങൾ. ബന്ധപ്പെട്ട ദുരന്തബാധിതർ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായിട്ട് സർക്കാരിനെതിരെ രംഗത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് പുനരധിവാസം എത്രയും വേഗം നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളുമായിട്ട് സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഇന്നിപ്പോൾ ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ പുനരധിവാസവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ചർച്ചകളുണ്ടായി. അതിൽ പുതിയ നിർദ്ദേശങ്ങൾ മന്ത്രിസഭാ യോഗം കൈക്കൊള്ളുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു വീടിന് 20 ലക്ഷം രൂപ ചെലവ് സർക്കാർ ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നു. നേരത്തെ അത് 25 ലക്ഷം രൂപയായിരുന്നു. ആ ചെലവിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തുന്നതിനു വേണ്ടി ഈ നിർമ്മാണ കമ്പനികളുമായിട്ട് സർക്കാർ ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിലായിരിക്കണം ഒരു പക്ഷേ 20 ലക്ഷം രൂപ അത് ഒരു വീടിന് ചെലവായിട്ട് സർക്കാർ കുറച്ചിരിക്കുകയാണ്. 7 സെന്റ് പ്ലോട്ടിലാകും ഒരു വീട് നിർമ്മിക്കുക എന്നുള്ളതാണ്. അത് നേരത്തെ അത് 5 ആയിരുന്നു. ഇപ്പോൾ 7 സെന്റ് ആയിട്ട് അത് പുനഃക്രമീകരിക്കാനുള്ള ഒരു തീരുമാനവും ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം കൈക്കൊണ്ടിട്ടുണ്ട്. അതുകൂടാതെ തന്നെ നിലവിൽ 323 വീടുകളാണ് ഈ ഒരു പട്ടികയിൽ ഉൾക്കൊണ്ടിട്ടുള്ളത്. ഈ എണ്ണത്തിൽ കുറവോ കൂടുതലോ സംഭവിക്കാമെന്നുള്ളതാണ്. നിലവിൽ ഇപ്പോൾ സുരക്ഷിതമല്ലാത്ത സ്ഥലങ്ങളിൽ ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് നിലവിൽ കഴിയേണ്ടവരെ കൂടി ഈ പട്ടികയിൽ ഉൾപ്പെടുത്തുമെന്നത് കൂടിയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന വിവരം. അത്തരത്തിലൊരു തീരുമാനം മന്ത്രിസഭാ യോഗത്തിൽ എടുത്തിട്ടുണ്ട്. പക്ഷെ അവരെ ഒരു പ്രത്യേക പട്ടികയിൽ ഉൾപ്പെടുത്തുമെന്നുള്ളതാണ്. 2B എന്നുള്ള പട്ടിക തയ്യാറാക്കുന്നതിന് വേണ്ടി വയനാട് ജില്ലാ കളക്ടർക്ക് ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഈ പുനരധിവാസത്തിൽ ഈ ടൗൺഷിപ്പിന് പുറത്ത് താമസിക്കാൻ ആഗ്രഹിക്കുന്ന നിലവിൽ 15 ലക്ഷം രൂപയ്ക്ക് അർഹരായിട്ടുള്ള ഗുണഭോക്താക്കളെ ഈ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കും എന്നുള്ള കാര്യം അറിയുന്നു. ടൗൺഷിപ്പിൽ നിർമ്മിക്കുന്ന വീടുകളുടെ കാര്യത്തിലാണ് ഇപ്പോൾ സർക്കാർ ഇത്തരത്തിലൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. ടൗൺഷിപ്പ് നിർമ്മാണത്തിനായിട്ട് ആദ്യം ഏറ്റെടുക്കുക എൽസ്റ്റോൺ എസ്റ്റേറ്റ് ആണ്. ഈ എൽസ്റ്റോൺ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് ഈ ഭൂമി പതിച്ചു നൽകുന്നതുമായി ബന്ധപ്പെട്ടും ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു. മുനിസിപ്പൽ മേഖലയിൽ ഉൾപ്പെടുന്ന സ്ഥലമാണ് ഈ എൽസ്റ്റോൺ എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. നിലവിൽ ഈ ഭൂമി പതിച്ചു നൽകുന്ന വ്യക്തിയുടെ വരുമാനം കണക്കാക്കരുത് എന്നുള്ള നിർദ്ദേശം കൂടി എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. 12 വർഷത്തിനിടയിൽ ഈ ഭൂമിയും വീടും കൈമാറ്റം ചെയ്യുകയോ മറ്റ് അന്യാധീനപ്പെടുത്തുകയോ ചെയ്യാൻ പാടില്ല എന്നുള്ള നിബന്ധന കൂടി മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. അഥവാ ഈ 15 വർഷത്തിന് മുമ്പ് എന്തെങ്കിലും കാരണത്താൽ ഈ വീടടക്കം പണയപ്പെടുത്തി വായ്പ എന്തെങ്കിലും ഈ ഗുണഭോക്താവിന് എടുക്കേണ്ടതായിട്ട് വരുന്ന ഒരു സാഹചര്യമുണ്ടെങ്കിൽ അത് ആ സാധ്യത പരിശോധിച്ച് ഓരോ കേസുകളിലായിട്ട് സർക്കാർ തീരുമാനം എടുക്കും എന്നുള്ള ഒരു നിർദ്ദേശം കൂടി ഇന്നിപ്പോൾ സർക്കാർ കൈക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഭൂമിയുടെ ഉടമസ്ഥാവകാശം അത് ഗൃഹനാഥയോ ഗൃഹനാഥന്റെയോ ഒരുമിച്ചുള്ള പേരിൽ എഴുതി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനവും എടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. എത്രയും വേഗം പുനരധിവാസം സാധ്യമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായിട്ട് സർക്കാർ മുന്നോട്ട് പോകുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങൾ ഇന്നിപ്പോൾ എടുത്തു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അല്ലാതെ തന്നെ ദുരന്തബാധിതർക്ക് നിലവിൽ 300 രൂപ ഭത്ത നൽകുന്നുണ്ട്. അത് തുടരുന്നതിന് വേണ്ടിയുള്ള തീരുമാനവും ഇന്ന് എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന് 1000 രൂപയുടെ സാധനങ്ങൾ സപ്ലൈകോ വഴി വാങ്ങുന്നതിന് വേണ്ടിയുള്ള കൂപ്പൺ ഈ വാടകയ്ക്ക് താമസിക്കുന്നവർക്ക് വിതരണം ചെയ്യും. അത് CSR ഫണ്ടിൽ നിന്നുമാണ് അത്തരത്തിലുള്ള ഒരു സേവനം കൂടി ദുരന്തബാധിതർക്ക് നൽകുന്നത്. അത്തരത്തിലുള്ള തീരുമാനം കൂടി മന്ത്രിസഭാ യോഗത്തിൽ എടുത്തിട്ടുണ്ട്. എന്തായാലും വലിയ പ്രതിഷേധങ്ങൾ ഈ പുനരധിവാസം വൈകുന്നതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം അടക്കം ഉയർത്തുന്ന സാഹചര്യത്തിലാണ് ഈ ദുരന്തബാധിതർ തന്നെ അത്തരത്തിലുള്ള പ്രതിഷേധം കൂടി ഉയർത്തി രംഗത്ത് എത്തിയിട്ടുണ്ടായിരുന്നത്. വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടത്തിലെ തീരുമാനങ്ങളൊക്കെ തന്നെ സർക്കാർ കൈക്കൊണ്ടിട്ടുണ്ടായിരുന്നു. അത് എത്രയും വേഗം നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ മന്ത്രിസഭാ യോഗത്തിൽ എടുക്കുകയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് അതിനു വേണ്ടിയുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അറിയുന്നത്.